ഹലോ ഡിയേഴ്സ്, സ്മാർട്ട് ഗൈഡ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. ടീച്ചർ അയച്ചു തന്ന ഫസ്റ്റത്തെ പാട്ട് എല്ലാവരും കണ്ടുവല്ലോ. ഇനി അടുത്ത ഭാഗമാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. They lived by gathering fruits and vegetables and hunting animals to eat their meat. ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്, അതായത് ഫോറസ്റ്റിലാണ് ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നത്. അവർ വനങ്ങളിൽ നിന്നും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിവ അവിടെ നിന്നും അവർ ഭക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ മൃഗങ്ങളെ വേട്ടയാടി മൃഗങ്ങളുടെ മാംസമാണ് അവർ ഭക്ഷിച്ചിരുന്നത്. They used rough stones from their surroundings as weapons. അവർക്ക് അവിടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചിരുന്ന റഫ് സ്റ്റോൺസ് അല്ലെങ്കിൽ പരുക്കൻ കല്ലുകൾ അവർ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നു. Since stones were used as weapons, this period is called the Stone Age. അതായത് ഇതേപോലെ സ്റ്റോണുകൾ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ അറിഞ്ഞിരുന്ന പേരാണ് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം. ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെൻറ്റ് അച്ചീവ്ഡ് ഓവർ ടൈം ഇൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്, ദ സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റേജസ്. സ്റ്റോൺ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമേണ ഉണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കിയിട്ട് ഈ സ്റ്റോൺ ഏജിനെ 3 ഘട്ടങ്ങളായിട്ട് 3 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഫസ്റ്റത്തെ സ്റ്റേജാണ് പാലിയോലിത്തിക് ഏജ്, സെക്കൻഡ് സ്റ്റേജ് മെസോലിത്തിക് ഏജ്, മൂന്നാമത്തെ സ്റ്റേജാണ് നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് പ്രാചീന ശിലായുഗം, മെസോലിത്തിക് ഏജ് മധ്യശിലായുഗം, നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം. നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വേരിയസ് സ്റ്റോൺ ഏജ് പീരീഡ്. നമ്മൾ ഓരോ കാലഘട്ടത്തിൻ്റെയും സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റത്തെ സ്റ്റേജാണ് പാലിയോലിത്തിക് ഏജ്, പ്രാചീന ശിലായുഗം. അന്നത്തെ ആ കാലഘട്ടത്തിൽ അവർ എന്താണ് ഉപയോഗിച്ചിരുന്നത്, അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നെല്ലാമാണ് പാലിയോലിത്തിക് ഏജിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്, ശിലായുഗത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ സ്റ്റോൺ ഏജിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പാലിയോലിത്തിക് ഏജ്, അതായത് പ്രാചീന ശിലായുഗം. സ്റ്റോൺ ഏജിലെ ആദ്യത്തെ ഘട്ടം, ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് ആണ് പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിലെ മറ്റൊരു സവിശേഷതയാണ് യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്. അവർ പരുക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗ്യാതറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അവർ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുകയും വേട്ടയാടലും അവരുടെ ഉപജീവന മാർഗമായിട്ട് ലൈവ്ലിഹുഡായിട്ട് അവർ മാറ്റി. ഇപ്പോൾ പാലിയോലിത്തിക് ഏജിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്, യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്, ഗ്യാതറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ഇനി സ്റ്റോൺ ഏജിലെ അടുത്തൊരു പീരീഡാണ് മെസോലിത്തിക് ഏജ്, മധ്യശിലായുഗം. ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്. അവർ സൂക്ഷ്മശിലാ ഉപകരണങ്ങളാണ് അവർ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. മെസോലിത്തിക് പീരീഡിലെ അവർ ചെറിയ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ശിലാ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ആ പിക്ചറിൽ നോക്കിയാൽ കാണാം, കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും കല്ലുകളുടെ ഉപകരണങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. അവർ ഭക്ഷണ സാധനങ്ങളായിട്ട് ഭക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് അവർ പുല്ലിനങ്ങൾ, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലിനങ്ങളും മത്സ്യവും അവർ ഭക്ഷണമാക്കി മാറ്റിയിരുന്നു. നെക്സ്റ്റ് എനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. അവരെ ഡ്രസ്സായിട്ട് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ തോലും അതുപോലെ തന്നെ മരങ്ങളുടെ തോല്, ഇലകൾ ഇവയൊക്കെയാണ് അവരെ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റത്തെ പീരീഡാണ് നിയോലിത്തിക് ഏജ്, നവീന ശിലായുഗം. നവീന ശിലായുഗത്തിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് യൂസ്ഡ് മോർ
റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അതായത് മൂന്നാമത്തെ ഒരു ഏജ് ആവുമ്പോഴേക്കും അവരെന്ത് ചെയ്തു, അവരുടെ ഈ ഉപകരണങ്ങൾ അവരെന്ത് ചെയ്തു, കൂടുതൽ പരിഷ്കരിക്കുക, ധാരാളം മാറ്റങ്ങൾ വരുത്തി പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങൾ അവർ നിയോലിത്തിക് ഏജിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു, കൃഷി ആരംഭിച്ചു. ഇൻവെൻറ്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. അവർ ചക്രങ്ങൾ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ 3 ഏജുകളാണ് സ്റ്റോൺ ഏജിലുള്ളത്. ഒന്ന് പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. 3 ഏജിലെയും പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ പഠിച്ചു. ഇത് എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നന്നായി എല്ലാവരും വായിച്ച് പഠിക്കണം. ആ ടൂൾസിൻ്റെ ഒക്കെ പിക്ചർ നോക്കുക, എന്നിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് അതിൻ്റെ താഴെയായിട്ട് ബിംബേട്ക എന്നൊരു കളിയിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഗുഹ ചിത്രങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ബിംബേട്ക ഇൻ മധ്യപ്രദേശ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ which was inhabited by Stone Age humans. The paintings inside this cave tell us about the varied ways of life of ancient humans. These cave paintings are also a proof of their communication. എന്താണ് ബിംബേട്ക? അതായത് നമ്മുടെ ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുഹാക്ഷേത്രമാണ് മധ്യപ്രദേശിലെ ബിംബേട്ക. ഒരു ഗുഹാക്ഷേത്രമാണ് ഈ ബിംബേട്ക. അത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ഗുഹാചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ കേവ് പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ അവരെ കേവ് പെയിൻറ്റിങ്സാണ് നമുക്ക് ആ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമുക്ക് അവരുടെ പ്രാചീന മനുഷ്യരുടെ ജീവിത രീതി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. കൃഷിയുടെ ആരംഭവും അതുപോലെ തന്നെ അവരുടെ സ്ഥിരതാവാസവുമാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. യു ഹാവ് സീൻ ദാറ്റ് അഗ്രികൾച്ചർ ബിഗൻ ഇൻ ദ നിയോലിത്തിക് പീരീഡ്. ആസ് ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കെയും നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്സ്. കൃഷി ആരംഭിച്ചത് നിയോലിത്തിക് പീരീഡിലാണ്, നമ്മൾ നേരത്തെ കണ്ടു. കൃഷി ചെയ്യാൻ ആരംഭിച്ചിരുന്ന മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസം ആവശ്യമായിട്ട് വന്നു. ഈ കൃഷി ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ അടുത്ത് തന്നെ ഇവർ സ്ഥിരവാസം ആവശ്യമായിട്ട് വന്നു. ദേ സെറ്റിൽഡ് നിയർ ദെയർ ഫാംസ് ടു മെയിൻറ്റെയിൻ ദ ക്രോപ്സ്, പ്രൊട്ടക്ട് ദ ഫീൽഡ്സ് ഫ്രം വൈൽഡ് എനിമൽസ് ആൻഡ് ടു കെയർ ഫോർ ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് എനിമൽസ്. എന്തിനാണ് അവർ സ്ഥിരതാമസം നടത്തിയത്? കൃഷിയെ പരിപാലിപ്പിക്കുവാനും അല്ലെങ്കിൽ കൃഷിയെ കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലെ വൈൽഡ് എനിമൽസിൽ നിന്ന് സംരക്ഷിക്കാനും അതുപോലെ തന്നെ മൃഗങ്ങളെ പരിപാലിപ്പിക്കാനും അവർ കൃഷിയിടങ്ങളുടെ സമീപത്തായിട്ട് സ്ഥിരവാസം ഉറപ്പിച്ചു. വാട്ട് ഓൾ ചേഞ്ചസ് മൈറ്റ് സെറ്റിൽഡ് ലൈഫ് ഹാവ് ബ്രോട്ട് എബൌട്ട് ഇൻ ഹ്യൂമൻസ്. ഇങ്ങനെയുള്ള സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുണ്ടായിരിക്കുക? നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ്. ഡ്വെല്ലിങ്സ് ബിഗാൻ ടു ബി ബിൽറ്റ്. അവർ വാസസ്ഥലങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചതോടുകൂടി അവർ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാനായിട്ട് അവർ തുടങ്ങി. അതുപോലെ തന്നെ സംഘടിത ഒരു സാമൂഹിക ജീവിതം, കൂട്ടായിട്ടുള്ളൊരു ജീവിതം ആരംഭിക്കാനായിട്ട് ഇതിലൂടെ കാരണമായി. നെക്സ്റ്റ് പോയിൻ്റാണ് സെറ്റിൽമെൻറ്റ്സ് ഗ്രാജ്വലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. ഈ കേന്ദ്രങ്ങൾ, സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ മാറ്റങ്ങളായിട്ട് ഗ്രാമങ്ങളായും അതുപോലെ തന്നെ നഗരങ്ങളായിട്ടും വികാസം പ്രാപിച്ചു. അപ്പോൾ എങ്ങനെയാണ് സെറ്റിൽഡ് ലൈഫ് അവിടുത്തെ മനുഷ്യന്മാരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി? ഫസ്റ്റ് വൺ, ഡ്വെല്ലിങ്സ് ബിഗാൻ ടു ബി ബിൽറ്റ്.
people began to interact more with each other and marked the beginning of organized social life. Settlements gradually developed into villages and urban settles. Settlements gradually developed into villages and urban centers. Next, ഫ്രം സ്റ്റോൺ ടു മെറ്റൽസ്. ഇത്രയും കാലം അവർ സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസാണ് ഉപയോഗിച്ചിരുന്നത്. അവരിനി മെറ്റൽസ് ഉപയോഗിക്കാനായിട്ട് അവർ തുടങ്ങി. ഒബ്സേർവ് ദ പിക്ചേഴ്സ് ഗിവൺ എബവ്. വാട്ട് മെറ്റീരിയൽസ് ആർ ദേ മെയ്ഡ് ഓഫ്? മുകളിൽ കൊടുത്തിട്ടുള്ള ആ പിക്ചേഴ്സ് നോക്കുക. അവ ഏത് വസ്തുക്കൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്? ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യന്മാരെ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ലോഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ചിരുന്ന ലോഹം. ദ പീരീഡ് വെൻ ഹ്യൂമൻസ് യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ഈസ് കോൾഡ് ദ മെറ്റൽ ഏജ്. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെ ലോഹയുഗമെന്നാണ് വിളിച്ചിരുന്നത്. സിൻസ് കോപ്പർ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ് ഫോർ ടില്ലിംഗ് ദ സോയിൽ ആൻഡ് കട്ടിംഗ് ട്രീസ്, ദേ മിക്സഡ് കോപ്പർ ആൻഡ് ടിൻ ടു മേക്ക് എ ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ അലോയ് കോൾഡ് ബ്രോൺസ്. അതായത് ഇവർക്ക് മരങ്ങൾ വെട്ടാനും അതുപോലെ തന്നെ മണ്ണ് ഉഴുതുമറിക്കാനൊക്കെ ഇത്തരം ചെമ്പ് കൊണ്ട് സാധിക്കാൻ. അത്രയും സ്ട്രോങ് ആയിരുന്നില്ല ചെമ്പ്, അതായത് കോപ്പർ അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കോപ്പറിൻ്റെ കൂടെ ടിന്ന് മിക്സ് ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ ഈയം മിക്സ് ചെയ്തിട്ട് അവർ മറ്റൊരു ലോഹം അവർ നിർമ്മിച്ചു. അതാണ് ബ്രോൺസ്. മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെ ഉള്ള കാഠിന്യ ഉറപ്പ് ചെമ്പിന് കുറവായിരുന്നത് കൊണ്ട് ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. ദ പീരീഡ് വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വേർ യൂസ്ഡ് ഈസ് നോൺ ആസ് ദ ബ്രോൺസ് ഏജ്. ഇങ്ങനെ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെ ബ്രോൺസ് ഏജ് അഥവാ വെങ്കലയുഗമെന്നാണ് അറിയപ്പെടുന്നത്. വിത്ത് ദ യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ് ദർ ഒക്കേർഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. ലെറ്റ്സ് സീ വാട്ട് ദേ വേർ. അതായത് ഇങ്ങനെ ബ്രോൺസ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി മനുഷ്യജീവിതത്തിലെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. അത്തരം മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ യൂസ് ഓഫ് ബ്രോൺസ് ആൻഡ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അതായത് വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റം എന്താണ്? ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചർ ലാൻഡ്. ബ്രോൺസ് ടൂൾസ് ഉപയോഗിക്കുന്നതിലൂടെ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് അവരെ സഹായിച്ചു. നെക്സ്റ്റ് പോയിൻ്റാണ് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അതായത് കൃഷിയിടങ്ങളുടെ വ്യാപനം, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, കൃഷിയിടങ്ങൾ വ്യാപിക്കാനായിട്ട് തുടങ്ങി. ഈ കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദനത്തിൻ്റെ വർധനവിന് കാരണമായി. ധാരാളം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂടാനായിട്ട് ഈ ബ്രോൺസ് കൊണ്ടുള്ള ഉപകരണങ്ങൾ വഴി മുഖേന സാധിച്ചിട്ടുണ്ട്. ബ്രോൺസിൻ്റെ ഉപയോഗം വഴി സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് ദ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ paved the way for the exchange of products and the development of centers of exchange. ഈ കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും ഈ കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. നെക്സ്റ്റ്, ദ സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. ഈ കേന്ദ്രങ്ങൾ പിന്നീട് പട്ടണങ്ങളായിട്ടും അതുപോലെ തന്നെ നഗരങ്ങളായിട്ടും രൂപാന്തരപ്പെട്ടു. ഇപ്പോൾ 4 പോയിൻറ്റ്സാണ് ഉള്ളത്. ബ്രോൺസിൻ്റെ ഉപയോഗം മൂലം എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ വന്നിട്ടുള്ളത്? ഫസ്റ്റ് പോയിൻ്റ്, ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ്.
രണ്ടാമത്തെ പോയിന്റ്, ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. നെക്സ്റ്റ്, ദ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വേവ്ഡ് ദ വേ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച്. നാലാമത്തെ പോയിന്റ്, ദ സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. Bronze Age civilization. You have seen in the changes that have occurred in human life in the Bronze Age. നമ്മൾ ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ യുഗത്തിലുണ്ടായിട്ടുള്ള മനുഷ്യന്മാരിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടു. As a result of these changes in the Bronze Age, civilizations were formed centered around cities. Let us become familiar with the Bronze Age civilization. ഈ മാറ്റങ്ങളുടെ ഫലമായിട്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഈ ബ്രോൺസ് ഏജിലെ ധാരാളം സംസ്കാരങ്ങൾ രൂപപ്പെട്ടിരുന്നു. അത്തരം ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മളിനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. 4 സംസ്കാരങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നാമത്തെ മെസപ്പൊട്ടോമിയൻ, നെക്സ്റ്റ് ഹാരപ്പൻ, മൂന്നാമത്തെ ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, Chinese civilization. Find out the 4 major civilizations that existed during the Bronze Age on the map given below. നമ്മുടെ ബ്രോൺസ് ഏജിലുള്ള നിലനിന്നിരുന്ന 4 പ്രധാന സംസ്കാരങ്ങളെ ചുവടെ ഒരു മാപ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഈ മാപ്പിൽ 4 സിവിലൈസേഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സിവിലൈസേഷൻ്റെ അടുത്തുകൂടെ പോകുന്ന റിവേഴ്സിന് നമുക്ക് അതിൽ മാപ്പിലൂടെ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന റിവറുകളാണ് ടൈഗ്രിസ്, അതുപോലെ തന്നെ യൂഫ്രട്ടീസ് റിവർ. നെക്സ്റ്റ് ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. നമുക്ക് അവിടെ കാണാനുണ്ട്, അവിടെ കാണുന്നതാണ് നൈൽ റിവർ. നെക്സ്റ്റ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ അവിടെ കാണുന്നുണ്ട് ഇൻഡസ് റിവർ. ഇനി നാലാമത്തെയാണ് ചൈനീസ് സിവിലൈസേഷൻ. അവിടെ കാണുന്നുണ്ട് ഹൊയാങ്ഹോ റിവർ. താഴെ നമുക്ക് സിവിലൈസേഷൻസ് റിവേഴ്സ് എന്നിട്ടുള്ള ടേബിൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തിയാക്കണം. മാപ്പിൽ നോക്കിയിട്ട് നമുക്ക് ആ ടേബിൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ റിവേഴ്സ് ഏതൊക്കെ പറയുന്നത് നമ്മൾ ടൈഗ്രിസ് റിവറും അതുപോലെ തന്നെ യൂഫ്രട്ടീസ് റിവർ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നമ്മളവിടെ കണ്ടു, നൈൽ റിവർ കണ്ടു. അതുപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മളവിടെ കണ്ടു, ഇൻഡസ് റിവർ. ചൈനീസ് സിവിലൈസേഷനവിടെ ഹൊയാങ്ഹോ റിവർ. ഈ ഹൊയാങ്ഹോ റിവറിനെ യെല്ലോ റിവർ എന്നും അതുപോലെ തന്നെ ചൈനയുടെ ദുഃഖം എന്നൊക്കെ പേര് ഉണ്ട്. ഈ മാപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓരോ സിവിലൈസേഷനും നദീതടങ്ങളോട് തീരത്താണ്, അല്ലെങ്കിൽ നദീതടങ്ങളുമായിട്ട് അടുത്താണ് ഈ സംസ്കാരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നദീതീരങ്ങളുടെ അടുത്ത് രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കുക? അതിനുള്ള കാരണം എന്തായിരിക്കാം? ഈ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? വൈ ഇൻ റിവർ വാലീസ്? ഫസ്റ്റത്തെ പോയിന്റ് പറയാണ് ഫെർട്ടൈൽ സോയിൽ. നദീതടങ്ങളാവുമ്പോൾ അതിനോട് തന്നെ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ഫെർട്ടൈൽ സോയിലാണ്. രണ്ടാമത്തെ പോയിന്റ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലലഭ്യത. നദീതടങ്ങളുടെ അടുത്താണ്, അതുകൊണ്ട് തന്നെ നദിയിൽ ധാരാളം ജലമുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ജലലഭ്യത, ഫേവറബിൾ ക്ലൈമറ്റ്, അതുപോലെ തന്നെ നല്ല അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്